മാഗ്ലിൻ ജാക്സൺ എഴുതിയ കഥ. അയൽക്കാർ. ഹോംവർക്ക് മടക്കി വെച്ച് അനന്തകൃഷ്ണൻ എഴുന്നേറ്റു. നാളെ എന്തായാലും അവധിയാണല്ലോ. ദീപാവലി. ഇഷ്ടം പോലെ സമയമുണ്ട്. അനന്തുവിന്റെ വീട്ടിൽ അച്ഛൻ കൊണ്ടുവന്ന പടക്കമെല്ലാം സന്ധ്യയ്ക്ക് തന്നെ പൊട്ടിച്ചു. മത്താപ്പൂവും കുരവപ്പൂവും തറച്ചക്രവും കമ്പിത്തിരിയും നിലത്തിരിയും പൂത്തിരിയും പിന്നെ ഒത്തിരി പടക്കവും. ചിലതിനൊക്കെ എന്തൊരു ശബ്ദമായിരുന്നു. മോട്ടു അന്നേരം വാലും ചുരുട്ടി കട്ടിലിന്റെ അടിയിൽ കയറിയതാണ്. പാവം. 8 മണിക്ക് മുൻപ് എല്ലാം തീർക്കണമെന്നായിരുന്നു അച്ഛന്റെ കണ്ടീഷൻ. സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം 10 മണിയാണല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും അച്ഛൻ സമ്മതിച്ചില്ല. വീട്ടിലെ പിണറായി വിജയനും നരേന്ദ്രമോദിയുമൊക്കെ വേറെ ആരേലുമാണോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മയും അമ്മൂമ്മയും കുടുകുടാ ചിരിച്ചു. അനന്തു അനിയത്തിയെയും കൂട്ടി ടെറസിൽ പോയി. അവിടെ നിന്നാൽ എവിടെ ഒരു കമ്പുമുണ്ടെങ്കിലും കാണാം. കഴിഞ്ഞ വർഷം 3-4 തെങ്ങുതടസ്സമായിരുന്നു. അയൽവക്കക്കാർക്ക് വീട് വയ്ക്കുമ്പോൾ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അച്ഛൻ അതൊക്കെ മുറിച്ചുമാറ്റി. അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഡിസ്ട്രിക്റ്റ് അതിലെത്തിക്ക് മീറ്റിന് പോകാൻ അവരാണ് ഷൂസൊക്കെ വാങ്ങിത്തന്നത്. പാവങ്ങളാണ്. എന്നിട്ടും ദൂരെ ഉയർന്നു പൊങ്ങി ആകാശത്തിൽ ഇരുട്ടിൽ മഴവില്ലു തീർക്കുന്ന കമ്പം ഓരോന്ന് അനന്തു അതിഥിക്കും കാണിച്ചു കൊടുത്തു. അവളുടെ കണ്ണിൽ അതിന്റെ വർണ്ണനിഴലുകൾ വീഴുന്നത് കാണാൻ എന്തൊരു രസമാണ്. അതിഥിയാണ് പറഞ്ഞത് അമ്മയെയും അമ്മൂമ്മയെയും കൂടി വിളിക്കാമെന്ന്. കമ്പക്കെട്ട് തുടങ്ങിയതേയുള്ളൂ. അതിഥിയെ എങ്ങനെ ടെറസിൽ നിർത്തിപ്പോകും? അനന്തു അവളെയും കൂട്ടി പടിയിറങ്ങി. സ്വീകരണമുറിയിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും പതിവ് പോലെ ടിവിയുടെ മുന്നിലാണ്. ഇന്ന് സീരിയലല്ല, വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ്. അച്ഛൻ ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അമ്മയും അമ്മൂമ്മയും ശ്വാസം പോലും വിടുന്നില്ല, ഇടയ്ക്കിടെ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. പടക്ക നിർമ്മാണ ഫാക്ടറിക്ക് തീ പിടിച്ച് അടുത്ത കുറെ ജോലിക്കാർ മരിച്ചു. അടുത്ത വീട്ടിലും ചിലർ മരിച്ചു. അനന്തു അതിഥിയെ നോക്കി. അവൾക്ക് സങ്കടമൊന്നുമില്ല. തിരിച്ച് ടെറസിൽ പോകാനുള്ള വെപ്രാളത്തിൽ മുറിക്കുള്ളിൽ കയറിയിട്ടുപോലുമില്ല. അനന്തു സ്ക്രോൾ വായിച്ചു. ഓ, ഇവിടെയെങ്ങുമല്ല, തമിഴ്നാട്ടിലാണ്. അറിയപ്പെടുന്ന ആരും അപകടത്തിൽ പെട്ടതായി പറയുന്നുമില്ല. പിന്നെ എന്തിനാണ് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇനി ബന്ധുക്കളാരെങ്കിലും? അവിടെയെങ്ങും ബന്ധുക്കളൊന്നും ഇല്ല, അനന്തുവിനറിയാം. അതിഥി മുറ്റത്തിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കുന്നു. മുറിക്കുള്ളിൽ ആകാശത്തെ മാരിവിൽ പ്രതിഫലിക്കുന്നുണ്ട്. ശബ്ദവും കേൾക്കാം. അമ്മ അനന്തുവിനെ അടുത്തേക്ക് വിളിച്ചു. അവനെ നെഞ്ചോട് ചേർത്തു നിർത്തി. മുത്തശ്ശിയും മെലിഞ്ഞ തണുത്ത കൈകൾ കൊണ്ട് അവനെ തലോടി. അമ്മയുടെ കണ്ണുനീർ അനന്തുവിന്റെ കവിളുകളെയും നനച്ചു. മോളെ, ഇങ്ങു കയറുവാ. വല്ല ഇഴജന്തുക്കളും കാണും. അച്ഛൻ അതിഥിയെ അകത്തേക്ക് വിളിക്കുന്നു. വീണ്ടും ടെറസിൽ പോകാൻ അനന്തുവിനും തോന്നിയില്ല.